ഹലോ കൂട്ടുകാരെ, വായനാ ദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ആദ്യത്തെ ചോദ്യം: പി.എൻ. മണിക്കരുടെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2004 ജൂൺ 19. അടുത്ത ക്വസ്റ്റ്യൻ: കേരളം വളരുന്നു എന്ന ഗ്രന്ഥം രചിച്ചത്? ഉത്തരം പാലാ നാരായണൻ നായർ. മൂന്നാമത്തെ ചോദ്യം: യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? ഉത്തരം മിതവാദി. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം ജോർജ് വർഗീസ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം M.K. മേനോൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം P.C. ഗോപാലൻ. ചോദ്യം: ഇന്ത്യ മീൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഉത്തരം അബുൽ കലാം ആസാദ്. ആരാച്ചാർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം K.R. മീര. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യ പൊതു വായനശാല സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്ത് 1829. ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല. അടുത്ത ചോദ്യം: തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം? ഉത്തരം വായിച്ചു വളരുക. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം? ഉത്തരം സാഹിത്യലോകം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: P.N. മണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ്? ഉത്തരം ക്രൂപ്സ്കായ അവാർഡ്.